ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്കറിയാം S25 10 വർഷം കുഴപ്പമില്ലാണ്ട് ഹിറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറേ പേർക്ക് സംശയമുള്ളത് നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് വരുന്ന സംഭവമാണ്. നിങ്ങൾ S25 എടുക്കണോ, S20 നോർമൽ മോഡലാണ് നമ്മൾ പറയട്ടോ, S24 എടുക്കണോ? ഇതെൻ്റെ S23 നോർമൽ മോഡലാണ്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ പ്രൈമറി ഡിവൈസ് അല്ല, ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ അൾട്രയാണ്. പക്ഷേ നിങ്ങൾ S25 എടുക്കണോ, S24 എടുക്കണോ, S23 എടുക്കണോ എന്നൊരു കുറേ പേർക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്കറിയും S23 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയും S24 ആയിട്ട് വലിയ ഒരു ചേഞ്ചസും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ക്യാമറ സെൻസറിൽ പോലും ചേഞ്ചസ് വന്നിട്ടില്ല. മെയിനായിട്ട് ചേഞ്ചസ് വന്നിരിക്കുന്ന ഒരു ഡിസ്പ്ലേ കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ പ്രൊസസ്സർ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 ആക്കി മാറ്റിയിരുന്നത്. അതല്ലാണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പോൾ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 80,000 രൂപ പ്രൈസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് S24 ഒക്കെ നമുക്ക് ഇപ്പോൾ 55,000 രൂപയ്ക്ക് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾ S25 എടുക്കാൻ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് 50,000 രൂപയ്ക്കൊക്കെ എന്തായാലും S25 തീരെ എടുക്കാൻ, നോർമൽ സീരീസ് തീരെ എടുക്കാൻ പോകണ്ടാട്ടോ. എന്ന് വെച്ചാൽ ഒരു ബെസ്റ്റ് തീരെ വാല്യൂ തരാത്ത ഒരു ഫോണായിട്ട് മാറും ആ പ്രൈസിനൊക്കെ നിങ്ങൾ S25 സീരീസ് നോർമൽ സീരീസ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ S24 സീരീസ് എടുക്കാം. S23 ഞാനിപ്പോൾ ഒന്നാമത് S23 ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടാനില്ല. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു S25 സീരീസ് ആണെങ്കിൽ കഴിഞ്ഞാൽ S23 ഓൾമോസ്റ്റ് നിൽക്കും. എന്ന് വെച്ചാൽ അവർ പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട് ഓൾറെഡി. ഇനിയിപ്പോൾ സ്റ്റോക്കുള്ളത് മാത്രമേ സെൽ ഔട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ S23 അൾട്രാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആമസോണിൽ ഇപ്പോഴും കുറച്ച് 2-3 കളറിൽ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അത് അവിടെ സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ നിൽക്കും, പിന്നെ കിട്ടില്ല. S23 അൾട്രയും കിട്ടില്ല. അപ്പോൾ S23 അൾട്ര വാങ്ങിക്കാൻ താല്പര്യം ഇപ്പോൾ തന്നെ ആമസോണിൽ പോയി വാങ്ങിക്കാൻ മറക്കണ്ട. പക്ഷേ S23 എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ S24 സ്റ്റോക്കുള്ളത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആമസോണിലൊക്കെ കാണിക്കുന്നുണ്ട് സ്റ്റോക്ക് 53 54. പക്ഷേ അത് 8 GB ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. 8 GB റാമുള്ള മോഡൽ നിങ്ങളിപ്പോൾ വാങ്ങിക്കുക. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അത്യാവശ്യം നിങ്ങളിപ്പോൾ പെട്ടെന്ന് വിൽക്കാനൊക്കെ ആയിട്ട്, അത് ഒരു കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലത്തേക്കൊക്കെ വിൽക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല 8 GB റാം. പക്ഷേ അല്ലാത്ത പക്ഷം 8 GB റാം നല്ല ലാഗി വരും. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇതിൽ തന്നെ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ടുള്ള ഹെവി ആപ്സും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീഡിയം യൂസേജ് ആണ്. അപ്പോൾ ഇതിൻ്റെ റാം കാണിച്ചു തന്നാൽ തന്നെ ഡിവൈസ് കെയറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും കണ്ടു. ഇപ്പോൾ തന്നെ 2 GB മാത്രം നമുക്കിപ്പോൾ ഫ്രീ റാം കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഹെവി യൂസറിൻ്റെ കാര്യം ആലോചിക്കുക. അതും പോരാണ്ട് ഇനിയിപ്പോൾ 1UI7 വന്ന് ചിലപ്പോൾ ഇനിയും കുറയാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. വെർച്വൽ റാം ഒന്നും കാര്യമൊന്നുമില്ല, അതൊക്കെ ജസ്റ്റ് ഗിമ്മിക്കാണ്. അപ്പോൾ റാം മിനിമം 12 GB ഇപ്പോൾ പ്രത്യേകിച്ച് 1UI ഒക്കെ ആണെങ്കിൽ എന്തായാലും ആവശ്യമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 8 GB മോഡൽ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ S23 ഇപ്പോൾ തിരിഞ്ഞെടുക്കണം. നിങ്ങൾ സെക്കൻഡ്സ് ആയാലും പോയി എടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് കുറേ പേര് ചോദിക്കുന്നുണ്ട് 50,000 രൂപയ്ക്ക് S23 എടുത്താൽ നഷ്ടമുണ്ടോ എന്ന്. ഭയങ്കര നഷ്ടമാണ്. 30 താഴേക്ക് ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പ്രത്യേകിച്ച് സെക്കൻഡ്സ് ഒക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കും. ഇപ്പോൾ ഒട്ടോ വാറണ്ടിക്ക് ആണെങ്കിൽ പണിയാണ്. ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ വേണമെങ്കിൽ വരാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എടുക്കുന്നതാണെങ്കിൽ പിന്നെ പോരാത്തതിന് നമ്മുടെ സാംസങ് Care+ എടുക്കാൻ മറക്കണം. ഞാനിപ്പോൾ എൻ്റെ ഫോണിനൊക്കെ എടുത്തിട്ടുണ്ട്. നിനക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. എന്ന് വെച്ചാൽ എനിക്ക് 1 ഇയർ എക്സ്ട്രാ വാറണ്ടിക്ക് നമുക്ക് 6,500 സംതിങ് ആണ് പ്രൈസ് വന്നത് സാംസങ് Care+ എടുത്തു കഴിഞ്ഞാൽ. അതായത് എക്സ്റ്റൻഡഡ് വാറണ്ടി പ്ലാനാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ആപ്പിൾ Care+ ഒക്കെ ഇല്ല, അതുപോലെ തന്നെ സാംസങ്ങിനും ഉണ്ട്. അവർ ഒഫീഷ്യൽ ആപ്പിൽ കൂടെ നിങ്ങൾക്ക് എടുക്കാൻ സുഖമായിട്ട് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ എടുത്താലും മതി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ തന്നെ എടുക്കണമെന്നില്ല. അപ്പോൾ അതങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 കൊല്ലത്തേക്ക് സുഖമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പോകാം. അപ്പോൾ S25 ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് S24 വാങ്ങിക്കാൻ നോർമലി. അതും പോരാണ്ട് നിങ്ങൾ സൈസ് മിനിമം 256 വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. 128 GB ഒക്കെ ഭയങ്കര ഇപ്പോൾ മിനിമലാണ്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും സാധനം. അത് പിന്നെ പോരാത്തന്നെ അറിയിക്കും സൈസ് കഴിയാറായി കഴിഞ്ഞാൽ ഒന്നാമത് ലാഗ് വരും. അപ്പോൾ മിനിമം 256 GB വേറെ എടുക്കാൻ നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് കാണാം.